ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വൈകിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ ശാസ്താംപാറ പോയി കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടൊക്കെ പോയപ്പം ഒരു 6-6:30 മണിയായി കേട്ടോ. 6 മണിയായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. 6:30 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത് കേട്ടോ. 6:30 7 o'clock ഒക്കെ ആകുമ്പോൾ ഇവിടെ ക്ലോസ് ആവും. ഞാൻ മാപ്പിൽ ഗൂഗിളിൽ നോക്കിയപ്പോൾ 6:30 ക്ലോസ് ആവുമെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓടിപ്പിടച്ച് ഞങ്ങളിങ്ങനെ വന്നു. വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊക്കെ വന്നപ്പോൾ ഇത്തിരി ഒന്ന് ലേറ്റായി കേട്ടോ. എന്തായാലും ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഞങ്ങൾ 6:30 മുന്നേ എത്തി കേട്ടോ. 6:30 മുന്നേ എത്തി പതുക്കെ ഞങ്ങൾ ശാസ്താംപാറയിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ എൻട്രി ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. അഡൾട്ട്സിന് 20 റുപ്പീസും ചിൽഡ്രൻ കിഡ്സിനെല്ലാം 10 റുപ്പീസും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്തിട്ടാണ് കയറിയത്. ഞങ്ങൾ ഇതിന് മുന്നേ കുറേ നാൾ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് ഈ ശാസ്താംപാറയൊക്കെ ഓപ്പണായ സമയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അമ്മയോടുള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. അങ്ങനെ അമ്മയും കൂട്ടി വന്നു. അമ്മ നമ്മളെക്കാട്ടി സ്മാർട്ടായിട്ട് കയറുന്നുണ്ട് കേട്ടോ. ഞാനൊക്കെ ഒന്ന് ശ്വാസം പിടിച്ചാണ് കയറിയത്. അങ്ങനെ ഒത്തിരി കയറാനൊന്നുമില്ല കേട്ടോ. നല്ല സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിലും കുറച്ചേ കയറാനുള്ളൂ. പിന്നെ ദേഹത്തിനകത്ത് നമുക്കൊക്കെ കയറുമ്പോൾ ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ പതിയെ കയറി. കുറേ പതിയെ പോകാനും പറ്റത്തില്ല. എനിക്ക് മുകളിൽ കയറുമ്പോൾ ലൈറ്റും പോകും, പെട്ടെന്ന് തിരിച്ച് താഴെ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഇത്തിരി ഒന്ന് സ്പീഡിലൊക്കെ അങ്ങനെ കയറി കേട്ടോ. കയറി അങ്ങ് മുകളിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇവിടെ പണ്ട് പോയിട്ടുണ്ട്, പക്ഷെ ആ ഓർമ്മ എനിക്കങ്ങ് പോയായിരുന്നു കേട്ടോ. ഒരു നിഴൽ പോലൊരു ഓർമ്മയുള്ളൂ. പക്ഷേ ഇപ്പോൾ കയറിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മ എന്ത് രസമാണെന്നറിയോ. ഇവിടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ്. ഭയങ്കര ചൂടാട്ടോ, സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. പക്ഷേ ഇവിടെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, വെയിലൊക്കെ താഴ്ന്നിട്ടല്ലേ ഞങ്ങൾ പോയത്. ഒരു 6-6:30 മണി. എന്തൊരു കാറ്റാണെന്നറിയോ. അത് നല്ല തണുത്ത കാറ്റ്. എന്തൊരു ആശ്വാസമെന്നറിയോ അവിടെ ഇരിക്കാനായിട്ടൊക്കെ. പിന്നെ ഞാനും അമ്മയും പിള്ളേരും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. വേദയും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടും വരുന്ന റോഡൊക്കെ കുറച്ച് മോശം കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ വന്നതുപോലെ തന്നെ പെട്ടെന്ന് തിരിച്ചിറങ്ങാമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ നിന്നുള്ളൂ കേട്ടോ. പക്ഷേ ആ നിന്ന സമയം ഉണ്ടല്ലോ ഭയങ്കര രസം, ഭയങ്കര തണുത്ത കാറ്റും നല്ലതായിട്ടുണ്ട് കേട്ടോ. നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി എനിക്ക്. അവിടെ ഒരു കുഞ്ഞു മാടൻ തമ്പുരാൻ്റെ ഒരു അമ്പലവും, ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ അവിടെ നിന്ന് കുറച്ചപ്പുറം പോകുമ്പോൾ വേറൊരു സ്ഥലമല്ല, ഇതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ കുറച്ചുകൂടെ ഹൈറ്റിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. ഒരിക്കലും എത്ര വേനലിലും പറ്റാത്ത കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ എനിക്കിനി താഴെ പോയിട്ട് തിരിച്ച് കയറാൻ വയ്യാത്തതുകൊണ്ട് അമ്മും വേദം കൂടെ പോയി. ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നല്ലതായിട്ട് കാണാം. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടെ പോയില്ല. ഞാൻ പറഞ്ഞു വിളിക്കുമ്പോൾ ഓടി വരണമെന്ന് പറഞ്ഞു. അവിടെ അവരെല്ലാ റൈഡിലൊക്കെ ഒന്ന് കയറി, സ്വിങ്ങിലൊക്കെ ഒന്ന് കയറിയിട്ടൊരു 5 മിനിറ്റ് അവിടെ നിന്ന ശേഷം ഞാൻ വിളിച്ചു. അവരിങ്ങനെ തിരിച്ച് കയറി വന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ ഷൂട്ട് ചെയ്തു. പക്ഷേ ഉണ്ടല്ലോ അടിപൊളി സ്ഥലം കേട്ടോ ശാസ്താംപാറ. വിളപ്പശാലയ്ക്ക് അടുത്താണ് ഈ ശാസ്താംപാറ. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു അരമണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് യാത്ര ചെയ്യാനായിട്ട്. ചുമ്മാ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് സത്യമായിട്ട് ഭയങ്കര ചൂട് കേട്ടോ. സഹിക്കാൻ വയ്യ ചൂട്. അപ്പോൾ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിന്നപ്പോഴാണ് കരുതിയത് ശരി ശാസ്താംപാറ പോയാലോ. അമ്മയും പോയിട്ടില്ല, അപ്പോൾ പോയിട്ട് വരാമെന്ന് കരുതിയാണ് അങ്ങനെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അമ്മു ഉണ്ടായിരുന്നു. അമ്മൂന് സ്കൂൾ അടച്ചങ്ങനെ അമ്മൂനെയും കൂട്ടി വേദയും ഞാനും അമ്മയും കൂടെ അങ്ങനെയാണ് വന്നത്. പക്ഷേ അടിപൊളി സ്ഥലം. ഭയങ്കര ആശ്വാസമായിരുന്നു അവിടെ നിന്നപ്പോൾ. പക്ഷെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ കാറ്റ്, ചൂട് കാറ്റായിരുന്നു. ഈ മുകൾ ഭാഗത്ത് നല്ല കാറ്റും. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എയർപോർട്ട് കാണാം. ഇവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് പൊന്മുടി കാണാം, അഗസ്ത്യർ കൂടം കാണാമെന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെയോ മല ചൂണ്ടിക്കാണിച്ചിട്ട് അതൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ. അത് സത്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എയർപോർട്ടൊക്കെ കാണാമെന്ന് പറയുന്നു. ചിലപ്പോൾ ശരിയായിരിക്കാം കേട്ടോ. എന്തൊക്കെയോ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. എന്തായാലും ഞങ്ങളവിടെ കുറച്ച് സമയം നിന്ന ശേഷം വളരെ കുറച്ച് സമയം നിന്നുള്ളൂ കേട്ടോ. നിന്ന ശേഷം നേരെ വീട്ടിലേക്ക് പോയി. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ നേരത്തെയാണ് വന്നിരുന്നെങ്കിൽ നമുക്ക് സൺസെറ്റൊക്കെ കാണാമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടനും പറഞ്ഞു കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് സൺസെറ്റ് കാണാമായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ പോരുന്ന വഴിക്ക് ഈ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നത് കണ്ടായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ കരുതി അവിടെ കയറിയിരുന്നെങ്കിൽ നന്നായിട്ട് കാണാമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ആശ്വാസമായിട്ടൊരു നല്ലൊരു കുഞ്ഞു മഴ പെയ്തു കേട്ടോ. കുഞ്ഞല്ല, അത്യാവശ്യം നല്ലൊരു വലിയ മഴ പെയ്തു. അച്ഛനും അമ്മയൊക്കെ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ചൂട് കാരണം. അപ്പോൾ ആ ചൂടിന് ആശ്വാസമായിട്ട് ഒരു ചെറിയൊരു നല്ലൊരു മഴ കാരണം ഉണ്ടല്ലോ. നമ്മുടെ കള്ളിക്കാട് ഇത്രയും ചൂടില്ല, കാരണം അവിടെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറയെ നിപ്പുണ്ട്. അതുകൊണ്ട് അധികം ചൂട് അവിടെ ഇല്ല. പക്ഷേ ഇവിടെ ഒട്ടും സഹിക്കാൻ വയ്യാത്തൊരു ചൂട്. ഞങ്ങൾക്കേ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും നമ്മളോടങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ മഴ പെയ്തപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം തോന്നി. അപ്പോൾ അമ്മുവും ദിയൊക്കെ ഉണ്ടായിരുന്നു. ദിയയ്ക്ക് നാളെ എക്സാമാണ്. എന്നിട്ടാണ് ദിയ വന്ന് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ചിട്ടാണ് കളിക്കുന്നതെന്നൊക്കെ
പറഞ്ഞു കേട്ടോ. അമ്മൂന് സ്കൂൾ അടച്ചു. അപ്പോൾ ഇവിടെ വന്നിരുന്ന ഈ മഴയത്ത് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച ശേഷമാണ് ഇവർ കളിക്കാനായിട്ട് വന്നത് കേട്ടോ. വന്നിരുന്ന കുറേ സമയം കളിച്ചത് എന്താണ്, കടങ്കഥകൾ, കുസൃതി ചോദ്യങ്ങൾ, അങ്ങനെ കുറേയൊക്കെയാണ് കളിച്ചത് കേട്ടോ. അപ്പോൾ അമ്മു വന്ന് എന്നോട് എന്തോ ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്, എന്തൊക്കെയോ വരച്ച് കാണിച്ചിട്ടൊക്കെ എന്നോടൊന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വേദയ്ക്ക് ഇഷ്ടം തോന്നി വേദ അങ്ങനെ വീഡിയോ എടുക്കുക കേട്ടോ. അമ്മു ഭയങ്കര സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, ഞാനും അത് സീരിയസ് ആയിട്ട് കേൾക്കുകയാണ് കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു, അതിനെല്ലാം ആൻസേഴ്സ് പറഞ്ഞു. പിന്നെ എന്തൊക്കെ ഗെയിം അവർ കളിച്ചു. അങ്ങനെ കുറേ സമയം ഇരുന്ന് 10-9 മണി വരെ 8-9 മണി വരെ ഇരുന്ന് കളിച്ചു കേട്ടോ. മഴയൊന്ന് മാറിയപ്പോഴേക്കും അവർ വീട്ടിലേക്ക് പോയി. നല്ലതായിട്ടൊരു മഴ പെയ്തു. ഭയങ്കര ആശ്വാസം തോന്നി. എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് അമ്മ നേരെ അമ്മൂമ്മയുടെ അടുത്ത് പോവുകയാണ്. അമ്മൂമ്മയുടെ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. എന്തായാലും പിള്ളേരെല്ലാം കൂടെ കൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മഴയും കളിയൊക്കെ ആയിട്ട് ഞങ്ങളൊരു 8-9 മണി വരെയൊക്കെ ഇരുന്ന് കളിച്ച ശേഷം അവരമ്മവും ദിയൊക്കെ അങ്ങ് പോയി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നു. അച്ഛനും അമ്മകളുണ്ടെങ്കിൽ ഞാൻ കുറച്ച് രാവിലെ എണീക്കും കേട്ടോ. കുറച്ച് രാവിലെ എന്ന് പറഞ്ഞാൽ 6 മണിയാകുമ്പോൾ എണീക്കാം. അതിൽ കൂടുതൽ രാവിലെ അല്ല, 6 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഏട്ടൻ രാവിലെ ഷൂട്ടിന് പോയി. ഏട്ടനെന്ന് പൊന്മുടിയിലാട്ടോ ഷൂട്ട്. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് വർക്കാണ് ഏട്ടൻ ചെയ്യുന്നതെന്ന്. ഏട്ടൻ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഗൗരി ശങ്കറാണ് ചെയ്യുന്നത്. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ ഷൂട്ടിന് പോയി. അച്ഛനും അമ്മയൊക്കെ എണീറ്റു. ചായ എല്ലാം കുടിച്ച ശേഷം ചെറിയൊരു ജോലി ഞാൻ അച്ഛന് കൊടുത്തു കേട്ടോ. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇവിടുത്തെ മതിൽ ചാടി അപ്പുറത്ത് പോയിട്ട് കുറച്ച് മണ്ണ് എടുക്കണമെന്ന് പറഞ്ഞു. മണ്ണ് ആക്ച്വലി കള്ളിക്കാട് വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്നാണ് കരുതിയത്. ഞാൻ കുറച്ച് ചട്ടിയെല്ലാം വാങ്ങിച്ചു വെച്ചു കേട്ടോ. എൻ്റെ മുളക് തൈയൊക്കെ നടാനായിട്ട് കുറച്ച് ചട്ടിയെല്ലാം വാങ്ങിച്ചു വെച്ചു. അപ്പോൾ കള്ളിക്കാട് പോകുമ്പോൾ മണ്ണ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മ ബാക്കിൽ ഇറങ്ങിയിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ മണ്ണുണ്ടല്ലോ, ഇവിടെ നിന്ന് അച്ഛൻ എടുത്ത് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ മണ്ണെടുക്കാനായിട്ട് അച്ഛനെ അപ്പുറത്തേക്ക് ചാടിച്ചു. പക്ഷേ അവിടുത്തെ മണ്ണ് അത്ര പോരായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ എടുത്തില്ല. 2 ചട്ടി എടുത്ത ശേഷം തിരിച്ചിങ്ങ് കയറി. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുട്ടും സാമ്പാർ, ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു. അതിൽ വടയില്ല ഇന്നലെ വാങ്ങിയില്ലേ, അതെല്ലാം ഇട്ട് സാമ്പാർ വടയൊക്കെ ആയിരുന്നു. ഞാൻ ഇന്നലത്തെ കപ്പയും മീൻകറിയും കൂടെ കഴിച്ചത്. രാത്രി ഞാൻ പിന്നെ വേറെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. ആ കപ്പ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ചൂടാക്കി കപ്പയും മീൻകറിയും കൂടെ കഴിച്ചു കേട്ടോ. എനിക്കിന്നലെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രാത്രി കഴിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കഴിച്ചില്ല. അങ്ങനെയാണ് രാവിലെ എടുത്ത് കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ കാണാൻ ഒരു അപ്രതീക്ഷിതമായ ഒരു ഗസ്റ്റ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ദീപ ചേച്ചി. അപ്പോൾ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചിയും ചേട്ടനും കൂടെ വന്നു. ചേട്ടൻ ഇവിടെ പാങ്ങോട് മിലിറ്ററി ക്യാൻറ്റീനിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ ഇവിടെ ദീപ ചേച്ചിയെ ആക്കിയിട്ട് ചേട്ടൻ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചേട്ടൻ കഴിക്കാൻ വരാമെന്ന് പറഞ്ഞു. വേദയ്ക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സും ഗോലി സോഡയും കാഷ്നട്ടും ചിക്കൻ ഫ്രൈ ആയിട്ടൊക്കെയാണ് ദീപ ചേച്ചി വന്നത് കേട്ടോ. അങ്ങനെ വേദ ഫുൾ ഹാപ്പി. വേദ ഉറക്കമായിരുന്നു കേട്ടോ. അവരെ കണ്ടിട്ട് കേട്ടോ ചാടി എണീറ്റ് വന്നത്. എന്നിട്ട് ഞാൻ നേരെ ചിക്കൻ വാങ്ങാനായിട്ട് പോയി. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ആണല്ലോ. അച്ഛൻ പ്യോർ വെജിറ്റേറിയൻ, അമ്മ മീൻ മാത്രമേ കഴിക്കത്തുള്ളൂ, ചേച്ചി ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ. കാരണം ചേച്ചിക്ക് വേറെ ബീഫ് മട്ടനൊന്നും പറ്റത്തില്ല, അലർജി ആട്ടോ, അതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ചേട്ടന് ഞാൻ ബീഫ് വാങ്ങി കേട്ടോ. അമ്മയ്ക്ക് മീനുണ്ടായിരുന്നു. ഇന്നലെ വാങ്ങിയ മീനിൽ ഞങ്ങൾ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ചേട്ടന് വാങ്ങിയ ബീഫ്. അപ്പോൾ ചേച്ചിക്ക് അലർജി ആയതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ബീഫ് വാങ്ങാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചേട്ടന് ബീഫ് വാങ്ങാമെന്ന് കരുതി ചേട്ടന് ബീഫ് വാങ്ങി. ഞങ്ങൾക്ക് ചേച്ചിക്കും ഞങ്ങൾക്കും ഒക്കെ ആയിട്ട് ചിക്കൻ വാങ്ങി. പിന്നെ അമ്മയ്ക്ക് മീനുണ്ടായിരുന്നു, അത് അമ്മയ്ക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒക്കെ റെഡിയാക്കി. അപ്പോൾ കിച്ചനൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കപ്പയുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാൻ പറ്റില്ല എന്നായിരുന്നു കേട്ടോ. ചേച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് പറ്റില്ല എന്നാണ് കരുതിയത്. പക്ഷേ അവർ വൈകുന്നേരം ആയപ്പോൾ പോയി കേട്ടോ. അതുകൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ സമയമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കേട്ടോ, അല്ലെങ്കിൽ നടക്കില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ലഞ്ചിന് സാലഡുണ്ട്, പാവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, കപ്പ പുഴുങ്ങിയതുണ്ട്, മുള്ളുവാള ഫ്രൈ ഉണ്ട്, ബീഫ് കറിയുണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്നു. അപ്പോൾ ചേച്ചിയും പിള്ളേരും ഒക്കെ ഇരുന്ന് സ്നേക്ക് ആൻഡ് ലാഡറോ എന്തൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയം അവരിരുന്ന് കളിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ ജോലിയെല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് കുറച്ച് സമയം ഇരുന്ന് അവർ കളിച്ച ശേഷം ഞാൻ അമ്മൂനോടും വേദയോടും വന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അച്ഛൻ ഇന്ന് നേരത്തെ കഴിച്ചിട്ട് അച്ഛൻ കിടന്നു കേട്ടോ. ഇവിടുത്തെ ചൂട് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് അച്ഛൻ നേരത്തെ കഴിച്ചിട്ട് പോയി അച്ഛനൊന്ന് കിടന്നു. അച്ഛൻ ആകെ ടയേർഡായി കേട്ടോ. അമ്മു കൂടെ ഉള്ളതുകൊണ്ട് വേദ ഇന്ന് അച്ഛനോടൊപ്പം കഴിക്കാനിരുന്നില്ല. പിന്നെ വേദയ്ക്ക് അമ്മൂനും ഞാൻ ചോറ് വിളിച്ച് കൊടുത്തു കേട്ടോ. രണ്ടുപേരും വേറെ ഒരു കറിയും കൂട്ടിയില്ല, ചിക്കൻ മാത്രം, ചിക്കനും ബീഫും വെച്ച് മാത്രം കഴിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പ്രകാശേട്ടൻ വരാൻ വേണ്ടിയിട്ട് 3:30 മണി വരെ വെയിറ്റ് ചെയ്തു കേട്ടോ. ചേട്ടൻ വന്നില്ല. 3:30 മണിയായപ്പോൾ ഞങ്ങൾ പതിയെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിശപ്പിൻ്റെ ഒരു ഇതിൽ മറന്നുപോയി കേട്ടോ. ലാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് വീഡിയോ എടുത്തില്ല എന്ന് ഓർമ്മിച്ചത്. അങ്ങനെയും ഞങ്ങൾ ഫുഡ് കഴിച്ച് എണീറ്റതും ചേട്ടൻ വന്നു കേട്ടോ. പിന്നെ ചേട്ടനും ചോറ് കൊടുത്തു. എല്ലാം പ്ലേറ്റല്ല ചട്ടിയൂടെ ടേബിളിൽ കൊണ്ടുവച്ച് ചേട്ടൻ വിളമ്പി കഴിക്കുന്നത്. ചേട്ടൻ വന്നപ്പോൾ ഐസ്ക്രീം എല്ലാം വാങ്ങിയിട്ട് വന്നു. ഞാനൊരു ഐസ്ക്രീം കഴിച്ചു, വേദ ഒരു ഐസ്ക്രീം കഴിച്ചു, അമ്മൂമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഫുഡെല്ലാം കഴിച്ചു. കുറച്ച് സമയം അങ്ങനെ ഇരുന്നു. ചേട്ടൻ കഴിച്ച് എണീറ്റപ്പോൾ 4-4:30 ആയി കേട്ടോ. ചായ കുടിക്കാനുള്ള സമയത്താണ് ഞങ്ങളിന്ന് ലഞ്ച് കഴിച്ചത്. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന ശേഷം അവരങ്ങ് തിരിച്ച് പോവുകയാണ്. എന്തോ അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ച് പോവുകയാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാമിയുടെ വീട്ടിലേക്ക് പോകണം. വേദയ്ക്ക് ഭയങ്കര വിഷമം. മാമിയെ കൊണ്ട് കുളിക്കാൻ പോവാം, ഇവിടെ 3-ാം മൈലിൽ കുളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, കുളിക്കാൻ പോവാം, ഫിലിമിന് പോവാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ മാമന് കുറച്ച് അത്യാവശ്യമുള്ളതുകൊണ്ട് അവർ തിരിച്ചു പോയി. അങ്ങനെ വേദയ്ക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. അങ്ങനെ അവർ പോയപ്പം അവരുടെ പിറകെ സൈക്കിളും കൊണ്ട് വേദ അതുവരെ പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ. എന്നിട്ട് കുറേ കഴിഞ്ഞ് ഞങ്ങൾ ചായ എല്ലാം ഇട്ട് കുടിച്ചു. വലിയ കപ്പിലാട്ടോ ചായയൊക്കെ കുടിക്കുന്നത്, പാത്രം കഴുകുന്ന പാട് കരുതി ചായ ഒഴിച്ച കപ്പിൽ തന്നെ ഞാനങ്ങ് ചായ കുടിച്ചു. അങ്ങനെ ചായയെല്ലാം കുടിച്ച ശേഷം അങ്ങനെ ഇരുന്നിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.